ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഡെയിലി റുട്ടീൻസിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ എൻ്റെ ഒരു ശരീരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ എനിക്ക് കൈക്ക് വേദന, കാല് വേദന, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, അതുപോലെ തന്നെ എനിക്ക് ഫുഡ് കഴിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറിന് വേദന എടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം, എനിക്ക് അറിയുള്ള പോലെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്ന്. അപ്പോൾ ഏട്ടൻ ഓൾറെഡി രാവിലെ വന്നു. ഇപ്പം സമയം 7 മണി ആയിട്ടുണ്ട്. ഏട്ടൻ 6 മണിയായപ്പോൾ വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഫുഡ് അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവും പഴമായിരുന്നു ഏട്ടന്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് അവിടെ വെച്ചു. ഏട്ടൻ അടുത്ത് കഴിച്ചു, വന്ന് കിടന്നു. അപ്പം ഞാൻ എണ്ണിക്കേണ്ട ടൈം ആയപ്പോൾ ഞാനും എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇളം ചൂടുള്ള വെള്ളം. ഇത് സാധാ വെള്ളമല്ല, എന്തൊക്കെയാണ് ഞാൻ കാണിച്ചത്. തലേദിവസം കിടക്കുന്നതിന് മുന്നായിട്ടാട്ടോ ഈ വെള്ളം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണോ അത്ര ഒരു കപ്പ് വെള്ളം എടുക്കുക. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കരിഞ്ജീരകം, പിന്നെ സാദാ ജീരകം ഇത്ര ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ചേക്കുക കേട്ടോ. രാവിലെ എണ്ണിച്ച് ആ വെള്ളം ഒന്ന് ഇളം ചൂടാക്കിയിട്ട് കുടിക്കുക. ഇത് ഈ ഒരു പൊസിഷനിൽ നിന്ന് കുടിക്കണമെന്നാണ് യോഗയിൽ കാണിക്കുന്നത്. ഞാൻ അങ്ങനെ കുടിച്ചിട്ട് യോഗ ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് നാൾ ഒരു 1.5 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ കറക്റ്റ് രീതിയെല്ലാം ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബോഡി അത് ഫ്ലെക്സിബിളായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ യോഗ ചെയ്യുന്നവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അല്ല എന്ന് പറയല്, നമ്മൾ അങ്ങനെ ഫ്ലെക്സിബിളായി വരുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ യോഗയൊക്കെ ചെയ്തു. ഇനി അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ഡേറ്റ്സും 1 ഫിഗും അതുപോലെ തന്നെ കുറച്ച് ബദാമും കറുത്ത മുന്തിരിയും കൂടെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് വെള്ളവും കൂടെ ആ ഇട്ട് വെച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് കഴുകിയിട്ടാട്ടോ ഇട്ട് വെക്കുന്നത്. അതിനകത്തിലായിട്ട് കുറച്ച് ബ്ലൂബെറീസും ആഡ് ചെയ്തു, കുറച്ച് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തു. പിന്നെ ഒരു ഫ്ലേവറിന് കുറച്ച് സിനമൺ ആഡ് ചെയ്തു. അത് നല്ലതാട്ടോ, ഫ്ലേവറിന് മാത്രമല്ല അല്ലാതെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അതിനകത്തിലേക്ക് നമ്മൾ ഒരു സംഭവം കൂടെ ആഡ് ചെയ്ത് തന്നെ മതി. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മതി. അതിൻ്റെ കൂടെ ഞാനൊരു ഫ്രൂട്ടായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആപ്പിളാട്ടോ. അപ്പോൾ ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിച്ച് അങ്ങനെ കഴിക്കാം. ചിലർ പറയും ഫ്രൂട്ട്സ് ബ്ലെൻഡ് ചെയ്ത് കഴിക്കരുത്, കട്ട് ചെയ്ത് അങ്ങനെ കഴിക്കാവുള്ളൂ എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് ഞാനൊരു 4 പിസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ പിസ്ത കടിക്കുന്ന ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനകത്തിലേക്ക് നമ്മൾ ഇന്ന് ഞാൻ ആപ്പിൾ എടുത്ത, കഴിഞ്ഞ ദിവസം ഞാൻ ക്യാരറ്റായിരുന്നു എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുക കേട്ടോ. ഇത് തന്നെ കുടിക്കുമ്പോൾ എനിക്ക് പിന്നെ ഇടയ്ക്കൊന്നും ഫുഡ് കഴിക്കാനേ തോന്നത്തില്ല കേട്ടോ. ഇത് അത്ര ഫില്ലിങ്. ഇത് ചെറിയ കപ്പല്ല കേട്ടോ, അത്യാവശ്യം വലിയ കപ്പ്. ഇച്ചിരി സത്യം പറഞ്ഞാൽ ഇന്ന് കൂടുതലായി പോയി ചെയ്ത് വന്നപ്പോൾ. സാധാരണ ആ ഗ്ലാസിൻ്റെ പകുതിയേ ഞാൻ കഴിക്കത്തുള്ളൂ. ഇനി നമുക്ക് ക്ലീനൊക്കെ ചെയ്യണം. റൂമൊക്കെ ക്ലീനാണ്, ജസ്റ്റ് ഒന്ന് തൂത്തുവാരിയാൽ മാത്രം മതി. പക്ഷേ നമ്മുടെ ബാൽക്കണി ക്ലീൻ ചെയ്യാനുണ്ട്, തുണി മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വാഷ് ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയെല്ലാം മടക്കിയെല്ലാം വെച്ച് അത് കഴിഞ്ഞ് ബാൽക്കണി ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുക. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ എൻ്റെ ഡ്രസ്സ്, നല്ല ഡ്രസ്സ് ഒരു സൈഡിൽ, ഏട്ടൻ്റെ നല്ല ഡ്രസ്സ് ഒരു സൈഡിൽ, പിന്നെ വീട്ടിലിടുന്ന ഒരു സൈഡിൽ, അങ്ങനെ ആയിട്ടോ ഞാൻ മടക്കി വെക്കുന്നത്. അപ്പം നമുക്ക് കൊണ്ട് അലമാരിൽ വെക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കില്ല അല്ലേ. എല്ലാം കൂടെ മടക്കിയിട്ട് പിന്നെ മിക്സ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അടുക്കി അറേഞ്ച് ചെയ്തിട്ടാട്ടോ ഇവിടുന്ന് മടക്കിയിട്ട് എവിടെ ഇരിക്കുന്നു, ഓരോന്നും ഓരോ സ്ഥലത്തായിരിക്കുന്നത്. ഏട്ടൻ്റെ ഒരെണ്ണത്തിൽ, എൻ്റെ ഒരെണ്ണത്തിൽ, വീട്ടിലിടുന്ന ഒരെണ്ണത്തിൽ, അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത് ബാൽക്കണിയുടെ കോലം ഇങ്ങനെ ഭയങ്കര പൊടിയാണ് വെളിയിൽ. അപ്പം ബാൽക്കണി വല്ലാതെ വൃത്തികേടായി കിടക്കുക. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ എൻ്റെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചപ്പോഴാണ് എൻ്റെ ഈ ഒരു ചെടി നന്നായിട്ട് പോയിട്ട്, ഞാൻ പോയി എന്ന് വെച്ചിരുന്നപ്പോൾ അതിലേക്ക് ചെറിയൊരു മുള വന്നു. അപ്പോൾ അതിങ്ങനെ നമ്മുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് കുറേ ചെടികൾ മേടിച്ച് വെച്ച 3/4 ചെടികളും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയതായിട്ടൊന്നും മേടിച്ച് വെക്കാറില്ല, ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യുക.
പിന്നെ പോവുക, അത് പോവും ഇടയ്ക്കിടയ്ക്ക്. ചിലതൊക്കെ സർവൈവ് ചെയ്ത് വരുന്നുണ്ട്, ചിലതൊക്കെ അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഒരുപാട് ചെടി പോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബെഡ്റൂം വെച്ച് ബാക്കിയെല്ലാം ഒന്ന് തൂത്ത് വരാം കേട്ടോ. ബെഡ്റൂമിൽ ഏട്ടൻ കിടക്കുന്നുള്ളതുകൊണ്ട് എഴുന്നേറ്റിട്ടേ ഞാൻ പിന്നെ വൃത്തിയാക്കത്തുള്ളായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് വീണ്ടും കയറി. അപ്പോൾ ഞാൻ ഒരു 10-15 ഡേയ്സ് ഒന്ന് പാലിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അതിനുശേഷം ഞാൻ അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ക്യാരറ്റ്, പിന്നെ ഒരു പച്ച ഏത്തക്ക, പിന്നെ ഉരുളക്കിഴങ്ങ്, പയർ, മുരിങ്ങയ്ക്ക, തക്കാളി, ഇത്രയും എൻ്റെ കയ്യിലുള്ളായിരുന്നു പച്ചക്കറി, അതുകൊണ്ടാട്ടോ ഇത്ര എടുത്തത്. പിന്നെ അതിനകത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അത് തന്നെ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആകപ്പാട് ഇത്ര പച്ചക്കറി എൻ്റെ കയ്യിലുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കറിവേപ്പില തണ്ടോട് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തിലേക്ക് ഞാൻ അരപ്പ് ആഡ് ചെയ്യുക കേട്ടോ. തേങ്ങ, ജീരകം, കൊച്ചുള്ളി ഇത്രയും ചേർത്തിട്ടുള്ള, പിന്നെ പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തിട്ടുള്ള അരപ്പും, പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിക്ക് ഞാൻ തക്കാളി ഇട്ടുകൊണ്ട് പുളി നോക്കിയപ്പോൾ കുറച്ചുകൂടെ പുളി വേണ്ടോണ്ടാണോ തൈര് ആഡ് ചെയ്ത്. എല്ലാം ഒന്ന് തിളച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ അവിയലിന്. പിന്നെ മീൻകറി ഞാൻ ഓൾറെഡി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചൂടൊക്കെ കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന പ്രത്യേകിച്ച് മീൻകറി ഒന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വെച്ചില്ല, തിളപ്പിച്ച് ഞാൻ വെളിയിൽ തന്നെയാണ് വെക്കുന്നത്. കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തിളപ്പിച്ചങ്ങ് വെക്കുക, ഏട്ടന് മാത്രം മതിയില്ല മീൻകറി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വെച്ചപ്പോൾ ചീത്തയായിപ്പോയി. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മീൻകറി ഒന്ന് ചൂടാക്കി. പിന്നെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ട ചോറ് എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിങ്ങി എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിൽ ഇങ്ങനെ വെള്ളം തുറന്ന് വിടണം കേട്ടോ, സിങ്കിലോട്ട് ഡയറക്റ്റ് ചൂടുവെള്ളം ഒഴിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന. പിന്നെ ഒരു മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനും നമ്മൾ ജസ്റ്റ് മുറിച്ചെടുക്കുക കേട്ടോ. ഇതെന്താ ഈ ആറ്റുവാള എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. അതിൻ്റെ ഏട്ടന് പറഞ്ഞു ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ തൊലി ഏട്ടന് ഇഷ്ടപ്പെട്ടില്ല. അവർ കട്ട് ചെയ്തപ്പോൾ തൊലിയോടുകൂടി, അപ്പം തൊലി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ ചോറ് ഉണ്ണാനെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മുരിങ്ങയില ചമ്മന്തിപ്പൊടി ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എക്സ്ട്രാ തൈര് ഉള്ളത്, ഏട്ടന് പിന്നെ നോൺ ഉള്ളതുകൊണ്ട് തൈര് നോണും കൂടെ ചേരത്തില്ലല്ലോ. നോൺ തന്നെ മീനും തൈരൂടെ ചേരാത്തതുകൊണ്ട് ഞാൻ ഏട്ടന് തൈര് കൊടുത്തില്ല. പിന്നെ ബാക്കി അവിയൽ ഏട്ടന് മീൻ കറിയും മീൻ വറുത്തതും മുരിങ്ങയില ചമ്മന്തിപ്പൊടിയും പിന്നെ കുക്കുംബർ സാലഡും കേട്ടോ. ഇത്രയൊക്കെ ആയിരുന്നു ഉച്ചക്കത്തെ ഊണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്നിട്ട് ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും കയറി ഒരു സാധനം ഉണ്ടാക്കണമായിരുന്നു. വൈകിട്ടൊരു 3 മണി കഴിഞ്ഞ് നമുക്ക് കുറച്ച് കുക്കീസ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഒരു കുഞ്ഞാമയ്ക്ക് ഓഫീസിൽ പോകുമ്പോൾ ടിഫിൻ എന്തെങ്കിലും കൊണ്ടുവന്നു, ബിസ്ക്കറ്റ് വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വെളിയിൽ നിന്ന് മേടിക്കേണ്ട, ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കാം, കുക്കീസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ ഇനി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് എമൗണ്ട് കുക്കീസ് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പം എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ഞാൻ അതും പറയാം, കൊള്ളത്തില്ലെങ്കിൽ അതും ഞാൻ പറയാം. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് പാലിൽ സോക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന്, എന്ന് വെച്ചാൽ ബദാം എന്നുള്ള മധുരം വേറൊന്നും ആഡ് ചെയ്യുന്നില്ല, പഞ്ചസാരയോ ശർക്കര, ഞാൻ ശർക്കര വെച്ചിട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ മധുരം ഞങ്ങൾ ഏട്ടൻ സത്യം പറഞ്ഞ ഡയറ്റൊന്നും ശരിക്കും തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വിട്ട് ജിമ്മിന് പോകുന്നല്ലാതെ മധുരമൊന്നും അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല. ഞാൻ പിന്നെയും മധുരം തിന്നില്ല. പിന്നെ ഈ ബ്രെഡിലൊക്കെയാണ് മധുരം അടങ്ങിയിട്ടുള്ളത്, ഉള്ള കാര്യം പറഞ്ഞു. അങ്ങനെയൊക്കെ മധുരം ഉള്ളിൽ ചെല്ലുന്നുണ്ട്, അല്ലാതെ ഞാനായിട്ട് മധുരം അടങ്ങിയ ഫുഡുകൾ, ജ്യൂസുകൾ അതൊന്നും ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല. അപ്പം ഞാൻ വെച്ചു ശർക്കരയും ഈ പഞ്ചസാരയൊക്കെ കണക്കാണ് മധുരത്തിന് രണ്ടും. ഈ ശർക്കരയിൽ കുറച്ച് മിനറൽസ് കൂടുതലുണ്ടെന്നല്ലാതെ ഷുഗർ കണ്ടന്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതും അങ്ങനെ ഹെൽത്തി ഒന്നുമല്ല. അപ്പം ഞാൻ വെച്ചു മധുരത്തിന് ഡേറ്റ്സ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കേട്ടോ ഡേറ്റ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ആണ് പാലിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അരച്ചെടുക്കുമ്പോൾ ശരിക്കും അരഞ്ഞ് പേസ്റ്റ് പോലെ കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഇതൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്.
ഞാനിവിടെ ഒരു 12-15 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, ഏതോ ഒരു ഡേറ്റ്സിനകത്ത് കുരു പെട്ട് പോയിട്ടുണ്ടായിരുന്നു. ചില ഡേറ്റ്സിനകത്ത് ഇതിൽ ഞങ്ങൾ മേടിച്ച ഡേറ്റ്സിനകത്ത് ചിലതിൽ നട്ട്സ് വരുന്ന ഡേറ്റ്സ്, അവർ നട്ട്സ് ഫില്ലിംഗ് ആയിട്ടുള്ള ഡേറ്റ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ നട്ട്സാണെന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടു. ഏതോ ഒരു ഡേറ്റ്സിനകത്ത് കുരു പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഡേറ്റ്സ് എല്ലാം അരച്ചെടുത്തു. പിന്നെ ഞാൻ കുറച്ച് ആൽമണ്ടും കുറച്ച് പീനട്ടും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും തൊടാതെ പൊടിച്ചെടുക്കണം. മിക്സിയിൽ ജാറിൽ വെള്ളമൊന്നും കാണല്ലേ. പിന്നെ ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ സത്യം പറഞ്ഞാൽ ഹെൽത്ത് വൈസ് കൊള്ളാം, പക്ഷെ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നത് നല്ലതല്ല. പക്ഷേ അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ബട്ടർ ഞാനിപ്പോൾ ഫുൾ ഹെൽത്ത് വൈസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നില്ല. കാരണം ബട്ടർ ഇത്രത്തോളം ചെല്ലുന്നത് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതും നല്ലതല്ല. അപ്പം അതിന് പകരം വേണമെങ്കിൽ തൈര് ആഡ് ചെയ്യാം കേട്ടോ, ബട്ടർ സ്കിപ്പ് ചെയ്തിട്ട്. പക്ഷേ യഥാർത്ഥ കുക്കീസിൽ ബട്ടർ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ബട്ടറും ആഡ് ചെയ്തു. പിന്നെ അതിനകത്തിലേക്ക് ഞാൻ പൊടിച്ചു വെച്ച ബദാം പരിപ്പൊക്കെ ആഡ് ചെയ്തു. പിന്നെ അതിനകത്തിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തത് കൊക്കോ പൗഡർ ആട്ടോ. ഏകദേശം ഒരു 2-2.5 ടീസ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ കുക്കീസ് ആയതുകൊണ്ടാണ് ബട്ടർ കൂടുതൽ ആഡ് ചെയ്തത്. ഇത്രയും ബട്ടർ ആഡ് ചെയ്യും സാധാരണ കുക്കീസ് ഉണ്ടാക്കുമ്പം. അപ്പം ഞാൻ അത് സ്കിപ്പ് ചെയ്യാം. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി, ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ തൈര് ആഡ് ചെയ്തേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ അരച്ച് വെച്ചിട്ടുള്ള ഡേറ്റ്സും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കും അത്യാവശ്യം ഹെവിയാണ്. കാരണം ഇപ്പോൾ ഈ കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും കഴിക്കണ്ട. ഡെയിലി ഒരെണ്ണം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മധുരം കഴിക്കണം തോന്നും, ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. കാരണം ഇത്രത്തോളം ബട്ടറും ഒക്കെ ആഡ് ചെയ്യുന്നില്ലേ. അതിനകത്ത് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ആട്ടപ്പൊടി ആട്ടോ ആഡ് ചെയ്യുന്നത്. ശരിക്കും കുക്കീസിനകത്ത് മൈദ ആഡ് ചെയ്യുന്നത്. മൈദയും ബട്ടറും പഞ്ചസാരയും കുറച്ച് വാനില എസൻസ്, പിന്നെ അത്രയും തന്നെ ഉണ്ടെങ്കിൽ കുക്കീസ് ആവും. ഇതേ പ്രോസസ്സിന് അത്രയും മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവർ വേണമെങ്കിൽ മാത്രം നമ്മൾ ഒന്നെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ കൊക്കോ പൗഡർ ഇടുക. അത്രയും തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സാധാ കുക്കീസ് ആവും കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി കൂടെ ഹാർഡ്ബാഡമാക്കി എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഏകദേശം ഞാനൊരു 5 വലിയ സ്പൂണോളം ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ക്രഞ്ചി ആയിട്ടുള്ളതല്ല, ഇച്ചിരി ചൂയി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കുക്കീസാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. പക്ഷേ അതൊരു അബദ്ധം പറ്റി. എൻ്റെ 1-2 കുക്കീസിൽ ആ വാനില എസൻസ് ശരിക്കും ബ്ലെൻഡ് ആവാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ വാനില എസൻസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്ത പോലെ അവസാനം ഒഴിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാൻ അളവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു തവി എടുത്തിട്ട് അതിനകത്തിൽ മാവ് എടുക്കുക. എന്നിട്ടിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ പരത്തി കൊടുക്കും. ഒരുപാട് കട്ടി കുറയ്ക്കുന്നില്ല ഞാൻ. ഈ ഒരു കനത്തിൽ പരത്തി എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വരകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 എന്തോ ഞാൻ ചോക്കോ ചിപ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഹെൽത്തി അല്ലേ ചോക്കോ ചിപ്സ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ആണ്, അതിനകത്തിൽ എന്തായാലും മധുരമൊക്കെ അടങ്ങിയിട്ടുള്ളൂ. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. 2-3 ചോക്കോ ചിപ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഡിസൈൻസ് കൊടുത്ത് അതും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ. ബട്ടർ ഒഴിവാക്കി കുറച്ച് തൈര് ഇട്ടാലും മതി. അതാകുമ്പോൾ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് റാഗി വെച്ച് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾ വെച്ച് ചെയ്താൽ. ശരിക്കും ചെയ്യുന്നത് മൈദ വെച്ചിട്ടാണ്. അപ്പോൾ റാഗി വെച്ചിട്ട് ചെയ്യാൻ പറ്റും, വീറ്റ് വെച്ചിട്ട്. പിന്നെ യഥാർത്ഥ ടേസ്റ്റാണ് നമ്മൾ മേടിക്കുന്ന ടേസ്റ്റ് വരണമെങ്കിൽ എന്തായാലും മൈദ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ വട്ടം എയർ ഫ്രയറിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. നിങ്ങൾക്ക് ഓവനിൽ വെക്കാം. ഓവനും എയർ ഫ്രയറും ഇല്ലാത്തൊരു സാധാ പാൻ എടുക്കുക. ആ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കട്ടോലി അല്ലെങ്കിൽ പാത്രം പൊക്കി വെക്കുന്ന എന്തെങ്കിലും സ്റ്റീലിൻ്റെ സാധനം കാണുമല്ലോ, അത് വെച്ചിട്ട് ഒരു പാനിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ബട്ടർ പേപ്പറോ വിരിച്ചിട്ട് ഇതേ സാധനം വെച്ച് കൊടുത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. അങ്ങനെ വേവിച്ചാലും മതി, ഓവൻ വേണമെന്നും ഇല്ല. അപ്പം ഞാൻ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിലാട്ടോ വെച്ചത്. പക്ഷേ ശരിക്കും ഞാൻ പിന്നീട് ഒരു 3 മിനിറ്റ് 200 ഡിഗ്രിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിക്കാൻ മറന്നുപോയി. എനിക്ക് അപ്പോഴാണ് ഇച്ചിരി കറക്റ്റായിട്ട് കിട്ടിയത്. ഇത് നമ്മൾ ബാക്ക് വശം ഒരു ബ്രൗൺ ഷെയ്ഡ്, എൻ്റെ പിന്നെ മണ്ടേ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരും. അപ്പം നമ്മൾ ചൂടോടുകൂടി എടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അമങ്ങി സോഫ്റ്റായിട്ടായിരിക്കുന്നത്. കുറച്ച് തണുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ മണ്ട ഭാഗം ഇച്ചിരി ഹാർഡായിട്ട് ഉൾഭാഗം ഇച്ചിരി ചൂയായിട്ടും വരുന്നത്. അപ്പം അങ്ങനെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പക്ഷേ ഒരു അബദ്ധം പറ്റിയത് നമ്മുടെ ഡേറ്റ്സ് ചതച്ചു. ഡേറ്റ്സിൻ്റെ ഒരു കുരു അതിനകത്ത് പെട്ട് വീണിട്ട് കടിച്ചപ്പം ഏട്ടന് തന്നെ അതാകത്തെ ബൈറ്റിൽ കിട്ടി, ഒരു കല്ല് പോലെ കടിച്ചപ്പോൾ ഏട്ടൻ വെച്ച് കല്ലാണോ എന്ന് എനിക്ക് ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10-ൽ 7 ഞാൻ കൊടുക്കത്തുള്ളൂ. ഏട്ടൻ 9 എന്നൊക്കെ പറഞ്ഞു. എന്നാലും പെർഫെക്റ്റ് ആയില്ല എൻ്റെ കുക്കീസ്. ഒരു 7 കുഴപ്പം, ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഞാൻ ഏട്ടന് ആദ്യം കഴിക്കാൻ കൊടുക്കുക കേട്ടോ. നല്ല ഏട്ടന് വേണമെന്ന് പറഞ്ഞാൽ ചൂടോടുകൂടി തന്നെ ഞാൻ കൊടുത്തത്. ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തണുത്തിട്ട് കഴിക്കുന്ന ഏറ്റവും നല്ലത്. അങ്ങനെ കുക്കീസൊക്കെ ഞാൻ ബോട്ടിലിട്ട് വെച്ചു കേട്ടോ. എൻ്റെ മുക്കാലും തീർന്നു ഇപ്പം തന്നെ കേട്ടോ. ഡെയിലി ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ 4-5 തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. എനിക്ക് എന്തോ ഒരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കിടന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കേട്ടോ എടുക്കാൻ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ചപ്പാത്തി നോർമലി എല്ലാവരും ഉണ്ടാക്കുന്നൊക്കെ പോലൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെയും ബൈ.